സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ക്ലാസ് ലൈവ് ആയിട്ടുണ്ട്. ക്ലാസ്സിലുള്ളവർ ഒന്ന് മെസ്സേജ് അയച്ചേ. യെസ്, ഓക്കെ, ക്ലാസ് ലൈവ് ആയിട്ടുണ്ട്. യെസ് യെസ്, ഓക്കെ, നമുക്ക് തുടങ്ങാം നമ്മുടെ മെയിൻസിന്റെ ക്ലാസ്. യെസ്, ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ളൊരു ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ്. അതുമല്ല, അവിടെ മോണിറ്ററിങ്ങിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പം ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങുന്ന സമയത്ത് ചാനൽ പോലെയല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾ ഈ ഗ്രൂപ്പ് വേണമെന്നുള്ളവർക്ക് ഒരു ഗ്രൂപ്പ് തുടങ്ങാം. മാഗ്നാമെന്റർ ഡൗട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങാം. എന്നിട്ട് എനിക്ക് മെയിലിൽ അയച്ചു തന്നാൽ മതി. നമ്മുടെ മാഗ്നാമെന്റർ മലയാളം sscrrbbank@gmail.com നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് നമ്മുടെ ചാനലിൽ, മാഗ്നാമെന്ററിന്റെ ചാനലിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്കെല്ലാം അതിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് ആ ഒരു മെത്തേഡ്സിൽ, എൻ്റെ മെത്തേഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ചെയ്യാവുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ മെയിൻസിന്റെ ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 5 ക്ലാസ്സുകൾ മെയിൻസിന്റെ ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടു പഠിക്കുക, മാത്സിന്റെയും റീസണിങ്ങിന്റെ. യെസ്, അപ്പോൾ ഇനി കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് മാത്സ് മാത്രമായിട്ട് ഓരോ ചാപ്റ്റർ വൈസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻസ് സീരീസിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ലൈവായിട്ടുള്ള ക്ലാസ് ആണ്, അതുകൊണ്ടാണ് ലൈവായിട്ടും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിന്, പല എക്സാംസിൽ വന്നിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് എടുത്താണ് ഈ ഒരു ക്ലാസ്സിൽ തരുന്നത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ക്വാളിറ്റി, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, നിങ്ങൾക്ക് എവിടുന്ന് നമ്മളുടെ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇവിടെ എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, നിങ്ങൾക്കും ആൻസർ പറയാവുന്നതാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ഒന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്, മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കേ, 5 consecutive even numbers are written in descending order. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതും. If 6, 8 and 10 are added to the first, second and third numbers respectively, and 13 is added to each of the last 2 numbers, the new sum of the numbers become 120% of the sum of the consecutive even numbers initially given. അങ്ങനെയാണെങ്കിൽ find the square of the second largest of the 5 numbers. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് വലിയ എന്തോ പാടുള്ളതാണെന്ന് അടുത്ത് പറയുന്നു. ഇതിനകത്ത് 6 കിട്ടും, 14, 24, 14, 24, പിന്നെ 13 വെച്ച് 2 എണ്ണം, 24 26, 13, 2, 26, 24 26 കൂടുമ്പോൾ 50 ആണ്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ കൂടെ ആദ്യം തന്നിരുന്ന ഈ 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ കൂടെ 50 കൂട്ടി കഴിഞ്ഞാൽ എന്താവുന്ന പറയുന്നത്, ദ ന്യൂ സം ഓഫ് ദ നമ്പേഴ്സ് ബിക്കം 120% ഓഫ് ദ സം ഓഫ് ദ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇനിഷ്യലി ഗിവൺ. അപ്പൊ നേരത്തെ തന്നിരുന്ന എത്രയാണോ 120% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 120% എന്ന് പറഞ്ഞാൽ 6/5 ആണ്. 6/5 ആണ്. അപ്പോൾ 6/5 അതായത് 120/100. അപ്പോൾ 6/5 എന്ന് പറഞ്ഞാൽ നേരത്തെ 5 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാണ് ആയത്, 6 ആയെന്നാണ് പറയുന്നത്. 120% ആയെന്നാണ് പറയുന്നത്. 100 ആണെങ്കിൽ 120, 5 ആണെങ്കിൽ 6. ഓക്കെ, അപ്പൊ ഈ എത്രയാണ് നമ്മൾ കൂട്ടിയത്, 1 യൂണിറ്റ് ആണ് കൂട്ടിയത്. ഈ 1 യൂണിറ്റ് കൂട്ടിയതിന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ എല്ലാത്തിനും കൂട്ടിയെടുത്തത് 50 കിട്ടും. 1 യൂണിറ്റ് 50 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്, 250. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 1 യൂണിറ്റ് 50 ആണെങ്കിൽ 5 യൂണിറ്റ് 250 ആണ്. ഓക്കെ, അപ്പൊ കൂട്ടിയത് 20%, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 20% ഇൻക്രീസ് ചെയ്തത്. ഓൾറെഡി ആ സം എന്ന് പറഞ്ഞാൽ ആ സമ്മിന്റെ 100% ആയിരുന്നു. ഈ ശതമാനം എന്താണ്, പെർസെന്റേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ക്ലാസിന്റെ കമന്റ് ആയിട്ട് പെർസെന്റേജിന്റെ 11.5 മണിക്കൂറിന്റെ ക്ലാസ് ഇടാം, നിങ്ങളത് ഫുള്ളായിട്ട് കാണും. അപ്പൊ 20% കൂടിയ 20%ന്റെ വാല്യൂ ആണ് 50. നമുക്ക് ഇനിഷ്യലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 100% ആയിരുന്നു. അത് എത്രയാണ്, 250 ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. 250. അപ്പൊ ഈ 250 എന്ന് പറഞ്ഞാൽ എന്താ, ഇനിഷ്യലി തന്നിട്ടുള്ള 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ എന്താണ്, സമ്മാണ് 250. അപ്പോൾ ആ 250 സമ്മാവണമെങ്കിൽ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ദ 5 നമ്പേഴ്സ്. ഇതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഓപ്ഷനകത്ത് നിന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഈവൻ നമ്പേഴ്സിന്റെ സം 250 ആണ്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര, അതിന്റെ ആവറേജ് 5 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 250 ഡിവൈഡ് ബൈ 5 എത്ര ആയിരിക്കും, 50 ആയിരിക്കും. അപ്പൊ ആവറേജ് 50.
ആവറേജ് 50 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ, ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഡൗട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. കൺസിക്യൂട്ടീവ് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്, 5 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം ആയിരിക്കും നമ്മുടെ ആവറേജ്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എന്നുള്ളതിൽ 1, 2, മൂന്നാമത്തെ 5 എന്നുള്ളതിൽ മൂന്നാമത്തെ ആയിരിക്കും മിഡിൽ ടേം. അതായത് 50 ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൽ മിഡിലുള്ള ടേം ഏതായിരിക്കും? 50 ആയിരിക്കും. ബാക്കി ടേംസ് ഏതൊക്കെയാണ്? 46, 48, 50, 52, 54. ഇതാണ് നമ്മുടെ കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഇത് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്, അതായത് തിരിച്ചെഴുതുന്നത്. 54, 52, 50, 48, 42. അതായത് വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ദീസ് 5 നമ്പേഴ്സ്. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടുത്തെ ഇതാണ് 54 ആണ്. ഇപ്പൊ 52ആണ് സെക്കൻഡ് ലാർജസ്റ്റ്. അപ്പൊ 52ന്റെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 52 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2704, അല്ലെങ്കിൽ 4 അവസാനിക്കും 2500 കൂടുതൽ. 50ന്റെ സ്ക്വയർ 2500, അപ്പോൾ 4 അവസാനിക്കും 2500 കൂടുതൽ. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. ഇപ്പൊ കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് തോന്നും, പക്ഷെ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് മനസ്സിലായത്? ജസ്റ്റ് ക്ലാസ്സിലുള്ളവരൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ, ക്ലിയർ ആയത്? യെസ്, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മാത്സിന്റെ അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ, മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ, എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 3 pipes are attached to a tank. The first one fills it completely in 5 hours. The second one fills it completely in 4 hours. And the third one empties it in 20 hours. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മെയിൻസ് ലെവലിൽ പഠിക്കുന്ന ഒരാൾ ഇത് കാണുമ്പോൾ തന്നെ എഴുതേണ്ടത് ഇതിന്റെ LCM എന്ന് പറഞ്ഞാൽ 5ന്റെ 4 20ന്റെ LCM എത്രയാണ്? 20 തന്നെയാണ്. 20 ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് പൈപ്പ് 20/5, എഫിഷ്യൻസി 4 ആണ്. രണ്ടാമത്തെ പൈപ്പ് 20/4, എഫിഷ്യൻസി 5 ആണ്. 5 യൂണിറ്റ് വെച്ച് ഫില്ല് ചെയ്യും. തേർഡ് പൈപ്പ് എംറ്റീസ് ആണ്, 20 മണിക്കൂറിൽ എംറ്റി ചെയ്യും. 20/20, അതായത് -1 മൈനസ് കൊടുത്തത് എംറ്റിയും പൈപ്പ് ആയതുകൊണ്ടാണ്. അതായത് 1 മണിക്കൂറിൽ 1 വെച്ച് എന്ത് ചെയ്യും? അത് എംറ്റി ചെയ്യും. അപ്പോൾ 3 pipes are opened simultaneously at 7 AM. What time will the tank will be completely filled? ഇവർ 3 പേരുടെ വർക്ക് ചെയ്ത് എത്ര 1 മണിക്കൂറിലാവുന്നത്? 5, 4, 9, 9 - 1, 8. 8 വെച്ചാണ് 1 മണിക്കൂറിൽ എന്താവുന്നത്? ഫില്ലാവുന്നത്. അങ്ങനെ 20 ഫില്ലാവാൻ വേണ്ടി എത്ര സമയം വേണ്ടി വരും? 2.5 മണിക്കൂർ വേണ്ടി വരും. 2 മണിക്കൂർ ആകുമ്പോൾ 16, പിന്നെ 8ന്റെ പകുതി അരമണിക്കൂറിൽ അത് ചെയ്യും. അതായത് 7 മണി കഴിഞ്ഞ് 2.5 മണിക്കൂർ, ഇത് 9:30 മണിക്ക് എന്ത് ചെയ്യും? അത് ഫില്ല് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യാൻ വേണം. If some items of cloth bought at prices ranging from 250 to ₹400 are sold at prices ranging from ₹350 to 250 to 400, 250നും 400നും ഇടയ്ക്ക് വിലയിൽ വാങ്ങിയ ക്ലോത്ത് അത് വിൽക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സോൾഡ് വിൽക്കുമ്പോൾ 350നും 550നും ഇടയ്ക്കുള്ള വിലയിലാണ് വിൽക്കുന്നത്. Then what is the maximum possible profit that might be made in selling 12 such items of clothing? അപ്പൊ ഇവിടെ നിന്ന് നോക്കേ, മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റിന്റെ ലാംഗ്വേജ് ഇച്ചിരി വലുതാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് ഏറ്റവും കൂടിയ വിലയ്ക്ക്, കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 250 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഏറ്റവും കൂടിയ വിലയായ 550 രൂപയ്ക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന് എത്ര ലാഭം കിട്ടുന്നത്? 300 രൂപയുടെ ലാഭം. 250 നിന്നും 500, അങ്ങനെ 300 വെച്ച് എത്ര സാധനങ്ങളുണ്ട്? 12 സാധനങ്ങളുണ്ട്. 12 ഗുണം ഒരെണ്ണത്തിന് 300 വെച്ച് 12 എണ്ണത്തിന് 12 ഗുണം 300, 3600 രൂപയുടെ ലാഭം. അതാണ് മാക്സിമം പോസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത, The average age of husband and a wife was 25 years when they were married 4 years ago. ഇപ്പൊ 4 വർഷം മുന്നേ കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ആവറേജ് ഏജ് 25 വയസ്സാണ്. ഇപ്പോൾ പ്രസന്റ്ലി അവരുടെ ആവറേജ് എത്ര ആയിരിക്കും? രണ്ടുപേർ കൂടെ 4 കൂടും, ആവറേജിലും 4 കൂടും. അതായത് 25 4 29 ആണ് ഇപ്പോൾ അവരുടെ ആവറേജ് ഏജ്. The average age of the husband, wife and their child who was born during the interval is 20 years now. അപ്പോൾ 3 പേരുടെ എടുക്കുമ്പോൾ 20 years ആണ് ഇപ്പോഴത്തെ. ഇവരുടെ ആവറേജ് 29, ഇവരുടെ ടോട്ടൽ സമയം 58. ഇവരുടെ 3 പേരുടെയും കൂടെ ഇപ്പോഴത്തെ വയസ്സാണ് തന്നിട്ടുള്ളത്. ആവറേജ് വയസ്സ് 20 ആണ്. 3 പേരുടെയും കൂടെ ഇപ്പോഴത്തെ വയസ്സ് 20 ഗുണം 3, ആവറേജിന്റെ നമ്പറാണ് സമ്മ്. 60 ആണ് ഇപ്പോഴത്തെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ടൈം ഓഫ് വർക്കിലെ ഒരു ടൈം ഓഫ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറയുന്നത്? യെസ്,
ഇവിടെ പറയുന്നു ചെയ്യാൻ പറ്റും നോക്കേ. ഇവിടെ പറയുന്നു റീന റീച്ചസ് ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്, വീട്ടിൽ നിന്ന് ഓഫീസിലോട്ടുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ടൈമിന്റെ റേഷ്യോ എന്താണ്, 3:4 ആണ്. ടൈമിൽ സ്പീഡിന്റെ റേഷ്യോ 3ൽ നിന്നും 4 ആണ്. അപ്പോൾ ടൈമിന്റെ റേഷ്യോ 4:3 വരും. ആദ്യമേ 20 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു എത്തുന്നത്, ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, 30 മിനിറ്റ്സ് ഏർലി ആണ്. ടോട്ടൽ ഡിഫറൻസ്, ടോട്ടൽ ആ ഒരു ടൈമിന്റെ ഡിഫറൻസ് എത്ര വരുന്നത്, ആദ്യമേ 20 മിനിറ്റ് നേരത്തെ ആയിരുന്നു, ലേറ്റ് ആയിരുന്നു, ഒറിജിനൽ സമയത്ത് നിന്ന് 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, ഇപ്പൊ നേരത്തെയാണ് 30 മിനിറ്റ് ഏർലി ആണ്. ടോട്ടൽ എത്ര സമയത്തിന്റെ വ്യത്യാസം ഉണ്ടായത്, 50 മിനിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്, ടൈമിൽ 1 യൂണിറ്റ് ആണ് ഇവിടെ 50 മിനിറ്റ് തന്നിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും 4 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 200 മിനിറ്റ് ആണ്. 200 മിനിറ്റ് ആണ്, 200 മിനിറ്റ് ആണ് 4 യൂണിറ്റിന്റെ വാല്യൂ. നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്, അറ്റ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെർ ഹൗസ് ആൻഡ് ദ വെന്യൂ. അപ്പോൾ ഫസ്റ്റിലെ സ്പീഡ് എത്രയായിരുന്നു, 3 km/h. 3 km/hൽ 200 മിനിറ്റ് പോകാനുള്ള ദൂരമുണ്ട്. 200 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 200/60 ആണ്, അല്ലെങ്കിൽ 20/6 ആണ്. 20/6 എന്ന് പറയുമ്പോൾ ബൈ 2 വരും, 6 300 വെട്ടി 20/2 10 കിലോമീറ്റർ ആണ് അവളുടെ വീടും ഓഫീസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പേന എടുക്കേണ്ട ആവശ്യമുണ്ടോ, പേന എടുക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, കാണുന്നു, സ്പീഡ് 3ൽ നിന്ന് 4, ടൈം 4ൽ നിന്ന് 3, ഡിഫറൻസ് 1 യൂണിറ്റ്, 1 യൂണിറ്റ് ആണ് 50. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ എടുക്കാം, 3 യൂണിറ്റ് 150 ആണ്. 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂറാണ് സെക്കൻഡ് കേസിൽ എടുക്കുന്നത്. സെക്കൻഡ് കേസിലെ സ്പീഡ് 4 km/h ആണ്. 4 × 2, 4 × 8, 4ന്റെ പകുതി. അങ്ങനെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യാം. പേന എടുക്കാതെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻസിന്റെ സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യുന്നോ, അത്രയും നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സമയം കൊടുക്കാം. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ നോക്കാം. 5 സെക്കൻഡിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് 5 സെക്കൻഡിൽ തന്നെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ, ചാറ്റിലുള്ളവർ. അതുകൊണ്ടാണ് ലൈവിൽ വന്നത്, റീസണിംഗ് കൂടെ ഉള്ളതുകൊണ്ടാണ്. റീസണിങ്ങിന്റെ ഈ ക്വസ്റ്റ്യൻ എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കേ, ഒന്ന് പറഞ്ഞ് ട്രൈ ചെയ്തിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ ആരൊക്കെയോ കൗണ്ടിങ് ഫിഗേഴ്സിന്റെ ഒക്കെ ക്ലാസ് ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യാം. കൗണ്ടിങ് ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക, സമയം ഉണ്ടെങ്കിൽ ഞാനത് ക്ലാസ്സായിട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ഇതിന് ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, ആൻസർ കിട്ടിയോന്റെ? യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇത് എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, മെയിൻസിന് മാത്രമല്ല, എല്ലാ അടുത്ത പ്രിലിംസിനും എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. ഇവിടെ നോക്കേ, 8:27 ഇവിടുത്തെ വാല്യൂ വേണം. 7 9 2 5 3 7. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 7 9 ഡിഫറൻസ് 2 ആണ്. ആ 2ന്റെ ക്യൂബാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 8 27 ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. 2 5 ഡിഫറൻസ് 3 ആണ്. ആ 3ന്റെ ക്യൂബ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ഡിഫറൻസ് 4 ആണ്. അപ്പൊ 4ന്റെ ക്യൂബ് 64. ഓപ്ഷൻ എന്റെ ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഈ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. 6 39 124 8 53 ഡാഷ് 11 74 എഴുതിട്ടു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, 6 39 39 ഗുണം 6 അല്ല എന്തായാലും ഉള്ളൂ. അടുത്തത് 8 53 8 ഗുണം 6 + 5 ആണ്, പക്ഷെ ഇത് 6 ഗുണം 6 + 3 ആണ്. യെസ്, അതുപോലെ നമുക്ക് വേറൊരു രീതി പറയാം. ഇത് ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 6 7 42 - 3. ഓക്കെ, 6 ഗുണം 7 - 3 ആണ് 39. 8 ഗുണം 7 - 3 ആണ് 53. 11 ഗുണം 7 - 3 ആണ് 74. ഇതേപോലെ എന്തെങ്കിലും പാറ്റേൺ ഇവിടെയും കാണും. 39 7 3 തമ്മിൽ 7 3 39 ഗുണം 3 117. ഓക്കെ, 39 ഗുണം 3 + 7 ആണ് 117 + 7. ഇപ്പൊ 74 ഗുണം 3 + 7 ആണ് നോക്കാം. 77 3 പറയുമ്പോൾ അതെ 210 12 222 + 7
അപ്പോൾ 53 ആൻസർ എന്ന് പറഞ്ഞാൽ 53 ഗുണം 3 പ്ലസ് 7. ഇവിടെ ഇൻറ്റു 7 മൈനസ് 3 ചെയ്തു, ഇവിടെ ഇൻറ്റു 3 പ്ലസ് 7 ചെയ്തു. ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ക്ലാസ് കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 74 53 ഗുണം 3 169 7 159 7 166 ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. ഈ കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം നിങ്ങളുടെ മൈൻഡിൽ ഫാസ്റ്റ് ആയിട്ട് വരണം. അത് റീസണിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡെയിലി കാൽക്കുലേഷൻ ചെയ്യും. ഓക്കെ, ദീപക്കിൻ്റെ അടുത്ത് ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റൻ, അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ നമ്പർ റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. റിവേഴ്സ് ആൽഫബറ്റിൻ്റെ ട്രിക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയാൻ പറ്റും നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? വാക്സിൻ, മാസ്ക്, സാനിറ്റൈസ്. ഓക്കെ, എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ. എന്തായിരിക്കും കിട്ടുന്നത്? ഓക്കെ, ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ. കിട്ടുന്നുണ്ടോ? എനിവൺ? ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ആൻസർ? കിട്ടുന്നില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ, നമുക്ക് ചെയ്യാം. യെസ്, ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്താ വന്നേക്കില്ലേ? വാക്സിൻ 132/7 എഴുതി, മാസ്കിന് 72/5 എഴുതി, 113/8 ആണോ? നോക്കാം. ടൈസൺ. ഓക്കെ, സാനിറ്റൈസറിന് എന്ത് എഴുതും? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ വാക്സിൻ 1 2 3 4 5 6 7 നമ്പറാണുള്ളത്. മാസ്ക് 1 2 3 4 5 5 നമ്പറാണുള്ളത്. സാനിറ്റൈസർ പറഞ്ഞാൽ 1 2 3 4 5 6 7 8 നമ്പറാണുള്ളത്. പെട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് മേലെ എഴുതിക്കുന്നത് നോക്കാം. മേലെ എഴുതിക്കുന്നത് കൂട്ടുമ്പോൾ നിങ്ങൾ ഡെയിലി മാത്സിന്റെ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും എഴുതുന്നതാണ് ഈ നമ്പർ എഴുതണം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ്. 22 23 6 29 38 52 5 57 57. ഇപ്പം ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ കൂട്ടണം, അല്ലെങ്കിൽ നമ്പേഴ്സ് കൂട്ടണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും കുറച്ച് നമ്പേഴ്സ് ഉള്ളത് കൂട്ടുക. അതായത് കുറച്ച്, ഇവിടെ 5 എണ്ണം കൂട്ടിയത് ഇവിടെ 7 എണ്ണം കൂട്ടും. 5 എണ്ണം ഉള്ളത് കൂട്ടാം. 13 14 14 33 44 19 63. നേരെ കൊണ്ടുമ്പോൾ 63 വരുന്നത്. പക്ഷെ ഇവിടെ 72 എഴുതിയിരിക്കുന്നത്. പക്ഷേ 127 ഇന്ന്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ റിവേഴ്സ് ആണ്. നമുക്ക് മനസ്സിലായി ഇതിന്റെ റിവേഴ്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് റിവേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നത്? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഞാൻ ട്രിക്ക് എന്ന് പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും റിവേഴ്സിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം എ എന്ന് പറയുന്ന നമ്പർ പ്ലേസ് വാല്യൂ 1 ആണെങ്കിൽ ഇസഡിൻ്റെത് 26 എന്നറിയാം. ബിയുടെ 2 ആണെങ്കിൽ വൈയുടേത് 25 എന്നറിയാം. എപ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 റിവേഴ്സ് നമ്പർ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 27 വരുന്നത്. ഇവിടെ 2 റിവേഴ്സ് നമ്പർ ബിയുടെ വൈ ആണ്. ഓക്കെ, അപ്പോൾ 2 റിവേഴ്സ് നമ്പർ കൂട്ടുമ്പോൾ 27 വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഇതിന്റെ റിവേഴ്സ് നമ്പർ കാണാതെ പഠിക്കണം. ആസാദ് ബോയ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണാതൊക്കെ പഠിക്കും. റിവേഴ്സ് നമ്പർ ഇതാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ നേരെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു? 63 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരുന്നു വരേണ്ടത്? 2 റിവേഴ്സ് നമ്പർ തമ്മിൽ, റിവേഴ്സും നോർമലും നേരെയുള്ളതും തിരിച്ചുള്ളതും കൂട്ടുമ്പോൾ ഇവിടെ 1 2 3 4 5 നമ്പറാണുള്ളത്. അപ്പൊ 5 എണ്ണത്തിന്റെ ടോട്ടൽ 27 ഗുണം 5. ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്, മൈൻഡിലെ കണക്കുകളാണ്. 135 ആണ് വരേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? ഒരു ഇതിലെ തന്നെ എമ്മിന്റെ അടുത്ത റിവേഴ്സ്, എയുടെ അടുത്ത റിവേഴ്സ്, എസിന്റെ അടുത്ത റിവേഴ്സ്, കെയുടെ അടുത്ത റിവേഴ്സ്, എസ് ഒറിജിനൽ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ്, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 135 ആണ് വരേണ്ടത്. നമുക്ക് ഇവിടെ എത്ര വന്നത്? 63 ആണ്. പക്ഷെ നേരെ കൂട്ടിയപ്പോൾ, നേരെയുള്ള വാല്യൂ കൂട്ടിയപ്പോൾ നമുക്ക് 63 ആണ്. നേരെയുള്ള വാല്യൂ കൂട്ടിയപ്പോൾ 63 വന്നതുകൊണ്ട് ബാക്കി നേരെയുള്ള വാല്യൂ കൂട്ടിയപ്പോൾ നമുക്ക് 63 വന്നത്. അപ്പോൾ 63 72 കൂടുന്നതല്ലേ 135. അതിന്റെ അർത്ഥം എന്താ? ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സിന്റെ സമ്മാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാനിറ്റൈസ് എന്ന് പറഞ്ഞാൽ അടിയിൽ 8 തന്നെ വരത്തുള്ളൂ. പക്ഷേ ഇത് കൂട്ടുമ്പോൾ എന്ത് വരും? 19 20 34 43 63 72 98 103 103 ആണ് നമുക്ക് നേരെ കൂട്ടുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്ക് എന്താ വരേണ്ടത്? 1 2 3 4 5 6 7 8 27 ഗുണം 8 എന്ന് പറയുമ്പോൾ 160 56 216 ആണ് വരേണ്ടത്. അപ്പോൾ 216 വരേണ്ടടുത്ത് നേരെ കൂടുമ്പോൾ 103. അപ്പോൾ ബാക്കിയുള്ള സമ്മം എന്ന് പറഞ്ഞാൽ ആരുടെ ആയിരിക്കും? ഈ റിവേഴ്സ് ആയിട്ടുള്ള വൈമാറ്റായിരിക്കും.
അപ്പോൾ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര 113 കൂട്ടിയാലേ എന്താകത്തുള്ളൂ 216 ആകത്തുള്ളൂ. അപ്പോൾ 113/8. നിങ്ങൾ ഒരിക്കലും ഇതിന്റെ റിവേഴ്സ് നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരെ ഉള്ളത് കൂട്ടിയിട്ട് എത്രയാണോ വരേണ്ടത് അതിനെ എന്ത് ചെയ്യുക 27 കൊണ്ട് ആ നമ്പർ ഓഫ് ഇതിനെ ഗുണിക്കുക. നമ്പർ ഓഫ് വേർഡ്സിന് നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ ഗുണിക്കുക. എന്തുകൊണ്ട് 27 കൊണ്ട് ഗുണിക്കുന്നത്? അപ്പം അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരെ ഉള്ളതും 216 എന്ന് പറഞ്ഞാൽ എന്താ ഈ സാനിറ്റൈസ് എന്ന് പറയുന്ന വേർഡ്സിലെ ഓരോ ലെറ്റേഴ്സും അതിന്റെ ഒറിജിനൽ വാല്യൂ അതിന്റെ റിവേഴ്സ് വാല്യൂ കൂട്ടുമ്പോൾ ഉള്ള ടോട്ടൽ സമ്മാണ്. അപ്പോൾ അതിൽ നേരെ കൂട്ടുമ്പോൾ നമുക്ക് 103 ആണെങ്കിൽ റിവേഴ്സ് കൂട്ടുമ്പോൾ ബാക്കിയായിരിക്കും. നിങ്ങൾക്ക് എന്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? എസിന്റെ റിവേഴ്സ് അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോന്നായിട്ട് എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വാക്സിന്റെ എടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ എടുത്തോളൂ. 132 ബാക്കി 1 2 3 4 5 6 7. അപ്പം 27 ഗുണം 7 27 എന്ന് പറയുമ്പോൾ 140 189. ഇവിടെ 132 ഉണ്ട്. നേരെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബാക്കിയായിരിക്കും. ഓക്കെ 57 ആയിരിക്കും. ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നത് 57 ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിവേഴ്സ് ആൽഫബറ്റ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ആൻസർ കിട്ടും 113/8. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. TCSന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ പറ്റും നോക്കി എല്ലാവരും ഒന്ന് പറഞ്ഞ ആൻസർ. എന്തൊരു ആൻസർ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് റിലേറ്റഡ് ടു 8, 101 and 35? ഇവിടെ നോക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 101 35. 8നെ 101 എത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 12 8 96. സർ GK പഠിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? RPFന് 50 മാർക്ക് 21 25 ഒക്കെയാണ് മാക്സിമം കിട്ടുക. ഞാൻ ടൈസൺ ഞാൻ ഓൾറെഡി സ്ട്രാറ്റജി വീഡിയോയിൽ GKയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജി വീഡിയോയിൽ കറക്റ്റായിട്ട് GKയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈസൺ ചെയ്യേണ്ടത് SSC CGLന്റെ SSCയുടെ സ്ട്രാറ്റജി കാണുക. അതുപോലെ റെയിൽവേയുടെ RRBക്ക് വേണ്ടി സ്ട്രാറ്റജിയിലും GKയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CGL മെയിൻസിന്റെ അതുകൊണ്ട് നിങ്ങളൊന്ന് കാണണം കേട്ടോ. RPF എഴുതുന്ന ആളായിക്കോട്ടെ, എന്നാലും CGL മെയിൻസിന്റെ GK സ്ട്രാറ്റജി അത് മാത്രം കാണാം കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഫുൾ മാർക്കിന് വേണ്ടി 50 മാർക്കിന് വേണ്ടി നിൽക്കരുത്. പക്ഷേ മാക്സിമം എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യും. അതിന് ഏറ്റവും ഒന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആപ്പ് എടുക്കുക, അതിനകത്ത് RPFന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അല്ലെങ്കിൽ GKയുടെ മാത്രം SSCക്ക് അല്ലെങ്കിൽ റെയിൽവേക്ക് ചോദിച്ചാൽ SSCയുടെ തന്നെ നോക്കിയാൽ മതി. റെയിൽവേക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ റെയിൽവേയുടെ RRBയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതിലെ ഈ ചെറിയ ചെറിയ ചാപ്റ്റർ ടെസ്റ്റുകളും സെക്ഷണൽ ടെസ്റ്റുകളും മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റത്തുള്ളൂ. GK അല്ലാതെ ഒരു ഈസി ആയിട്ട് ഒരു പരിപാടിയില്ല. ഇനി ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ പർമാർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിലുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സുകളാണ്. ഇതാണ് മാക്സിമം ആയിട്ട് ചെയ്യേണ്ടത്. ഈ സ്ട്രാറ്റജിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാം. എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് ഒരിക്കലും കളയാൻ ശ്രമിക്കും. ചുമ്മാ കയറി ലൂസൻ്റ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഇതുപോലെ ചാപ്റ്റർ ടെസ്റ്റുകൾ ചെയ്യുക. ഇത്രയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ യൂട്യൂബിലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവിടെ. ഓക്കെ, അപ്പോൾ 8ൽ നിന്ന് 101 എത്താൻ വേണ്ടി എന്താ ചെയ്യുന്നത്? 8നെ × 12 + 5 നമുക്ക് നോക്കാം. +5 101ൽ നിന്നും 8ൽ നിന്നും 35 എത്താൻ വേണ്ടി എന്ത് ചെയ്യാം? 8 × 4 + 3. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് നോക്കാം. 7 89. 7 × 12 84 + 5 കറക്റ്റാണ്. 12 + 5 7 31. 7 × 4 + 3. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 28ൻ്റെ കൂടെ 3 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും വേണ്ടി CGL എന്ന് പറഞ്ഞ് മെയിൻസ് എന്ന് പറഞ്ഞാൽ മെയിൻസ് ഉള്ളവർ മാത്രമേ കാണുന്നല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ റെയിൽവേ SSC എന്ന് പറയുന്നത് എന്താണ്? ഒരേ സംഭവം തന്നെയാണ്. സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് രണ്ടിനും കുറച്ച് പാറ്റേൺ മാത്രം വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുന്നവർ രണ്ടും എന്ത് ചെയ്യും? നന്നായിട്ട് ചെയ്യും. ഒരിക്കലും ഫുൾ മാർക്കിന് വേണ്ടിയല്ല നിങ്ങൾ നിൽക്കേണ്ടത്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ തെറ്റരുത്. സെക്ഷണൽ ടെസ്റ്റുകൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഓഡ് ഓൺ ഔട്ട് കണ്ടുപിടിക്കാം. അതേതാണ് ഓഡ് ഓൺ ഔട്ട്? അപ്പോൾ ഇത് നോക്കുമ്പോൾ 6 3 18 9 36 27 24 27 24. ഇത് നോക്കേ 3 × 8 24, 6 × 4 24, 4 × 6 24, 3 × 8 24, 2 × 9 18, 3 × 6 18, 18 18. അപ്പോൾ ആദ്യത്തെയും 2 ഡിജിറ്റിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്.
ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ പ്രോഡക്റ്റ്. ഇവിടെ അങ്ങനെയാണോ 18 36 ഇതെന്തല്ല അങ്ങനെയല്ല, ഓപ്ഷൻ എ ആണ് ഓഡ് വൺ ഔട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാംസിനും എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റീസണിങ്ങിന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് റീസണിങ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാവുന്നത് മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ടോപ്പിക്കായിട്ട് നിങ്ങൾ ചാപ്റ്റർ വൈസ് ഉള്ള വീഡിയോസ് സെർച്ച് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതേ ഇപ്പം നിർവാഹമുള്ളൂ. റീസണിങ്ങിന് മാത്സിന് ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. യെസ്, ഓപ്ഷൻ എ കിട്ടും. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലൈവിൽ വരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ കാര്യം ആരെങ്കിലും ഒരാളൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് തുടങ്ങുക, എന്നിട്ട് നമ്മുടെ അഡ്മിനായിട്ടിരിക്കുക, എന്നിട്ട് മെയിൽ അയക്കുക. മെയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തിട്ടുണ്ട്. ടൈസൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മളുടെ അർജുന ബാച്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അർജുന ബാച്ചിൽ എടുത്തിട്ടുണ്ട്. ടൈസൺ ആദ്യം വേണ്ടത് പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടോ? പെർസെൻറ്റേജ് കണ്ടായിരുന്നോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്ന അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുന്ന എല്ലാവരും പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബെസ്റ്റ് ആയെങ്കിലേ പറ്റും. പെർസെൻറ്റേജ് ആൻഡ് റേഷ്യോ. അപ്പം അതിനുവേണ്ടി പെർസെൻറ്റേജിൻ്റെ 11.5 മണിക്കൂറിൻ്റെ ക്ലാസ് ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് കാണാതെ ആരും പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാമെന്ന് ചിന്തിക്കേ വേണ്ട. പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാമെന്ന് ചിന്തിക്കേ വേണ്ട. ഇത് ആദ്യം കാണാം 11 മണിക്കൂറിൻ്റെ ഈ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് റേഷ്യോയുടെ ക്ലാസ് RRB എക്സ്പ്രസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് കാണാം. ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് അർജുന ബാച്ച് ഉണ്ട്, അർജുന ബാച്ച് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ലൈക്ക് പെർസെൻറ്റേജ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കും. അത് ഇനി അടുത്തത് ഞാൻ മിക്കവാറും ഏകലവ്യ ബാച്ചിൽ ജോമെട്രി ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് പോകത്തുള്ളൂ. അത് വെച്ചാൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമി ചാനലിൽ കിട്ടും. അതിൽ നിന്നും എന്ത് ചെയ്യുക, അതിൽ നിന്നും കാണാം. ഓക്കെ, യെസ്, മാക്സിമം ടൈം കിട്ടുന്നതനുസരിച്ച് ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ ടൈസ്. യെസ്, ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ.